ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വർഗീയ ദർശനം യേശയ്യാ പ്രവാചകന് ലഭിക്കുന്നുണ്ട്. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അനേകം ശ്രാപ്പയന്മാർ അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്തുകയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവിക മഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ ക്രോവേന്മാരുടെ ആയിരങ്ങൾ ഹല്ലേലൂയ പാടുന്നു, ശ്രാപ്പേന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും 10,000 പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്നു. സഭയാകുന്ന അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തുടർന്ന് നാം പ്രാർത്ഥിക്കുന്നത്, അവരോട് ചേർന്ന് അങ്ങയുടെ മേച്ചിൽ സ്ഥലത്തെ അജഗണമായ ഞങ്ങൾ അങ്ങേക്ക് നിരന്തരം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം വചനങ്ങൾ ദൈവാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. വെളിപാട് പുസ്തകം 19:10 പറയുന്നു, നീ ദൈവത്തെ ആരാധിക്കുക. 2 രാജാക്കന്മാർ 17:39 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം 12:28 ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കാം. സങ്കീർത്തനം 96:9 വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഈ ആരാധനയാണ് നമ്മൾ സഭയിൽ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും യാമപ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ നടത്തുന്നത്. എന്നാൽ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? എന്താണ് ആരാധനയിൽ നമ്മൾ ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതും നമുക്ക് പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തേദോറിൻ്റെ കൂദാശക്രമം 1-ാമത്തെ ഗഹാന്തായിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധവും സ്തുത്യർഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അപ്പോൾ നമ്മൾ ആരാധനയിൽ അനുസ്മരിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് ഒന്നായിത്തീരണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം അത് നാം അറിയുക എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതെന്തിനാണ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. സുവിശേഷവുമായി കാർമികൻ വന്നതിന് ശേഷം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം കൊണ്ട് നമ്മെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ നാം മറുപടി പറയുന്നു, അങ്ങയോടും അങ്ങയുടെ ആത്മാവിനോടും കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങയോടുകൂടെ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാം. അങ്ങയുടെ ആത്മാവോടും കൂടെ അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ വൈദികൻ്റെ, ആ കാർമികൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണോ അതോ പരിശുദ്ധാത്മാവിനെയാണോ? സുറിയാനി കുർബാനയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് റൂഹ എന്നാണ്, അങ്ങയുടെ റൂഹായോടുകൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങയോടും അങ്ങയുടെ പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എന്താണിത് ഉദ്ദേശിക്കുന്നത്? ഇത് ഈ കാർമികന്, ഈ പുരോഹിതൻ്റെ പട്ടം കിട്ടിയ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ ലഭിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമികനു വേണ്ടി, പുരോഹിതനു വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന പ്രാർത്ഥന. എത്രമാത്രം അർത്ഥവത്താണ് നമ്മളത് മനസ്സിലാക്കി ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. ഈ പുരോഹിതന് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കാരണം ഈ പുരോഹിതന് സഭ പട്ടം നൽകിയതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. അതിനാൽ നമുക്ക് ഇനി മുതൽ
പരിശുദ്ധ കുർബാനയിലെയും മറ്റു കൂദാശകളിലെയും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കുകയും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം.